സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയുമായി സമവായത്തിലെത്തി സർക്കാർ. ഈ വർഷം സമയമാറ്റം തുടരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സമസ്തയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. സമസ്തയുടെ പരാതി അടുത്ത വർഷം പരിഗണിക്കുമെന്നും ചർച്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. എസ് ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി. അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർന്ന തർക്കങ്ങൾ, വിമർശനങ്ങൾ, വിവാദങ്ങൾ, ഒടുവിൽ പ്രതിഷേധമടക്കം നടത്തുമെന്നുള്ള സമസ്തയുടെ പ്രഖ്യാപനം. ഇതിന് പിന്നാലെയാണ് സ്കൂൾ മാനേജ്മെന്റുമായി സമയമാറ്റത്തിൽ ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറെടുത്തത്. ആ ചർച്ച വിളിച്ചതടക്കം ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ടോടുകൂടി മന്ത്രിയുടെ ചേംബറിൽ സമസ്ത ജമാഅത്ത് ഉലമ അടക്കമുള്ളവരുടെ പ്രതിനിധികൾ, എയ്ഡഡ് മാനേജ്മെന്റ് പ്രതിനിധികൾ അടക്കമുള്ളവർ ചർച്ചയ്ക്കെത്തിയത്. ചർച്ചയിൽ സമവായമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ നിശ്ചയിച്ച സമയം, അത് കോടതി അടക്കം അറിയിച്ച സമയക്രമമാണ്. ആ സമയത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ല എന്നുള്ളത് മന്ത്രി ഈ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ തീരുമാനിച്ചിട്ടുള്ള രാവിലത്തെ 15 മിനിറ്റും വൈകിട്ടത്തെ 15 മിനിറ്റും ഉൾപ്പെടെ അരമണിക്കൂർ അധിക സമയം എന്നുള്ളത് സ്കൂൾ സമയം ഈ വർഷം തുടരും. കൂടാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ വേണമോ എന്നതിൽ പിന്നീട് ചർച്ചയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ നടത്തും എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന പ്രതിനിധികളും അത്തരത്തിൽ തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ചർച്ചയ്ക്ക് ശേഷം വലിയ ശുഭാപ്തി പ്രതീക്ഷയോടെയാണ് ചർച്ച നടത്തിയത്. ചർച്ചയിൽ എന്തായാലും തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ മന്ത്രി കേട്ടിട്ടുണ്ട്. അടുത്ത വർഷം വേണമെങ്കിൽ സമയമാറ്റത്തിൽ ഒരു കൂടിയാലോചന വേണോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കാം. അത്തരത്തിലൊരു ചർച്ചയിലേക്ക് വേണമെങ്കിൽ പിന്നീട് കടക്കാം. എന്തായാലും ഇപ്പോഴത്തെ നിലവിലെ സമയത്തിൽ സർക്കാർ പറഞ്ഞ കാര്യങ്ങളോട് തങ്ങൾ യോജിക്കുകയാണ്. കോടതി അടക്കം അറിയിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ സമസ്ത മറ്റ് പ്രതിഷേധങ്ങൾക്കൊന്നുമില്ല. പക്ഷേ കൂടിയാലോചനകൾക്ക് ശേഷം വരും ദിവസങ്ങളിൽ നിലപാട് വ്യക്തമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന പ്രതിനിധികളും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഈ സ്കൂൾ സമയവും ഒപ്പം തന്നെ പ്രവൃത്തി ദിവസം അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. എന്തായാലും നിലവിലെ സമയം മാറ്റം അത് സർക്കാർ പിന്നോട്ടില്ല. നിലവിൽ 15 എന്നുള്ളത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതും ഒപ്പം തന്നെ മറ്റ് പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാമെന്നും മന്ത്രി ഇതിനുശേഷം ചർച്ചയ്ക്ക് ശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അനു. ശരി.